ഹലോ ഗൈസ്, വെൽക്കം ടു ക്രേസി കപ്പിൾ വേൾഡ്. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കിച്ചൺ ടൂറാണ്. എല്ലാവരും സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹോം ഡോർ അല്ലേ, ഒന്ന് മാറ്റി പിടിച്ചിരിക്കുകയാണ് കിച്ചൺ ഡോറിലേക്ക്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൻ്റെ ഡോറ് എന്ന് പറയുന്നത്. നമ്മൾ ഡോറ് തുറന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ ഫസ്റ്റ് കാണുന്നത് അതൊരു നീല ബക്കറ്റുകൾ കണ്ടിട്ടുണ്ടോ. അപ്പോൾ അത് എന്താണെന്നുള്ളത്, അതിന് ആവശ്യകത എന്താണെന്നുള്ളത് ഞാൻ പിന്നാലെ പറയാം. പിന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ കയറുമ്പോൾ തന്നെ നമ്മൾ ചെറിയൊരു സ്റ്റാൻഡിൽ നമ്മൾ ഒരു കെറ്റിലും ഒരു എയർ ഫ്രയറും വെച്ചിട്ടുണ്ട്. എയർ ഫ്രയറിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ, പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ ഫ്രൈ ചെയ്യാനൊക്കെ ഏറ്റവും എളുപ്പത്തിലും എണ്ണയും ഓയിലൊക്കെ ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്ത് നല്ല ആരോഗ്യകരമായ ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സാധനം കൂടിയാണ് എയർ ഫ്രയർ എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എണ്ണയിൽ പൊരിച്ച് തന്നെയാണ് കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തത് നമുക്കിത് ഈ സൈഡിൽ തന്നെ ഇങ്ങനെ പോകും. ഇവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ ഭക്ഷണം കഴിച്ചതിന് ശേഷമൊക്കെ പാത്രങ്ങൾ കഴുകി വെക്കുന്ന പ്ലേറ്റുകൾ കഴുകി വെക്കുന്ന ഒരു ചെറിയൊരു സ്റ്റാൻഡ്, അതിൻ്റെ മുകളിൽ കുറച്ച് പ്ലേറ്റുകളുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ കുറേ അധികം ചെറിയ ചെറിയ പാത്രങ്ങളും കാര്യങ്ങളും ഒരു കിച്ചണിലേക്ക് വേണ്ടുന്ന അത്യാവശ്യം വേണ്ടുന്ന പാത്രങ്ങളും കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു സോപ്പ് ഓയിലുണ്ട്, നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോപ്പ് ഓയിലുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ചെറിയൊരു ഫിൽറ്റർ ഉണ്ട്. കാരണം പൈപ്പിലെ വെള്ളമായതുകൊണ്ട് നമ്മൾ ഫിൽറ്റർ വെക്കാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫിൽറ്റർ വെച്ചിട്ട് നമ്മൾ തിളപ്പിക്കുന്ന സാധനങ്ങൾക്ക് ഈ വെള്ളം യൂസ് ചെയ്യും. പിന്നെ കുടിക്കാനൊക്കെ നമുക്ക് വേറെ ബോട്ടിൽ വെള്ളം വേറെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതും അതുപോലെ തന്നെ ഒരു പാത്രങ്ങളോ നമ്മളെ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളും സ്പൂണുകൾ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാൻഡ് കൂടിയാണ്. അത് ചുമരമ്മിൽ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ സ്റ്റൗ വരുന്നത്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് സ്റ്റൗ. അതിൻ്റെ മുകളിലൊരു ഫ്രൈ പാൻ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതിലാണ് നമ്മളെല്ലാ ഭക്ഷണ സാധനങ്ങളും പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ തൊട്ട് സൈഡിൽ തന്നെ നമ്മുടെ കട്ടിംഗ് ബോർഡുണ്ട്, ഒരു അരിപ്പയുണ്ട്. പിന്നെ നമ്മുടെ ഭക്ഷണത്തിന് നമ്മൾ ഡെയിലി യൂസ് ചെയ്ത നിത്യോപയോഗ സാധനങ്ങളൊക്കെ പറയുന്നില്ലേ, അതിൽ പെട്ട എല്ലാ സാധനങ്ങളും ഓരോ ചെറിയ ചെറിയ ബോട്ടിലൊക്കെ ആയിട്ടിട്ടുണ്ട്. ചായപ്പൊടി, പഞ്ചസാര തുടങ്ങിയ സാധനങ്ങളും. അതിൻ്റെ നടുവിലായിട്ടൊരു മിക്സി ഉണ്ട്. കാരണം ഈ സൈഡിലാണ് നമുക്ക് പ്ലഗ് പോയിന്റ് ഉള്ളത്, അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പം ഈ സൈഡ് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇവിടെയാണ് നമ്മുടെ ഫ്രിഡ്ജ് ഇരിക്കുന്നത്. കണ്ടോ, നമ്മുടെ ഫ്രിഡ്ജ് എന്ന് പറയുന്നത് നമുക്ക് 2 ഫ്രിഡ്ജുകളുണ്ട്, ഒരു ചെറുതും ഒരു വലുതും. ഈ ചെറുതിൻ്റെ മുകളിൽ ഹൈറ്റ് കുറവായതുകൊണ്ട് നമ്മൾ ഒരു ഓവൻ വെച്ചതല്ല, നമ്മൾ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് അവിടെ വെച്ചതാണ്. ഈ ചെറിയ ഫ്രിഡ്ജിൻ്റെ ഉപയോഗം ഞാൻ ആദ്യം പറഞ്ഞത്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞ ഭക്ഷണങ്ങൾ ബാക്കി ഉണ്ടാവുമല്ലോ, ഉച്ചക്ക് വെച്ച കറി, രാത്രി വെച്ച കറിയൊക്കെ ചിലപ്പം ബാക്കി വരുന്ന സമയത്ത് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഫ്രിഡ്ജ്. അല്ലാതെ മറ്റുള്ള സാധനങ്ങളൊന്നും അധികം ഇതിലുണ്ടാവില്ല. ഓക്കെ, പിന്നെ നമ്മളെ വലിയ ഫ്രിഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ 2 ഡോർ വരുന്നതാണ്. ഒന്ന് ഫ്രീസർ, അതിനകത്ത് നിന്ന് എല്ലാം കാലിയായിട്ട് കിടക്കുകയാണ്. പിന്നുള്ള ചെറിയ ഡോർ, അതിലും സാധനങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്നതായിരിക്കും നിങ്ങളൊക്കെ വിചാരിക്കുന്നത്. പക്ഷേ ഇന്നൊക്കെ സാധനങ്ങൾ കുറവാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് ഇനിയെല്ലാം പർച്ചേസ് ചെയ്യണം അത്ര, അതിനുള്ള ഇന്ന് പോകണത്ര ഇനി. പിന്നെ ഈ ഫ്രിഡ്ജിൻ്റെ മുകളിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട സ്റ്റാൻഡ്. കാരണം നമ്മളെ ചായപ്പൊടി, എല്ലാം മറ്റേ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇങ്ങനെ തുടങ്ങിയ എല്ലാ പൊടികളും നമ്മൾ ഭദ്രമായി സൂക്ഷിച്ച് ബോട്ടിലിൽ സൂക്ഷിച്ച് വെക്കുന്നൊരു സംഭവമാണിത്. പിന്നെ ഇവിടെ ഒരു കവർ കണ്ടിട്ടുണ്ട്. ഈ കവറിൻ്റെ ഉള്ളിൽ നമ്മൾ ടിഷ്യൂ പേപ്പറാണ് നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിഷ്യൂ പേപ്പറും കൂടി അവിടെ വെച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു സാധനം കാണിക്കാൻ വിട്ടു, നമ്മുടെ ഗ്യാസ്. നമ്മുടെ ഗ്യാസ് ഉണ്ട് അവിടെ തന്നെ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇങ്ങനെ ഇവിടെയൊക്കെ കുറേ തട്ടുകളുടെ എല്ലാത്തിൻ്റെ ഇടയിലും പാത്രങ്ങൾ. നമുക്ക് ഒരു പുതിയൊരു ഫാമിലി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു കിച്ചണിലേക്ക് വേണ്ടുന്ന എല്ലാ പാത്രങ്ങളും നമ്മുടെ കയ്യിൽ സ്റ്റോക്കാണ്. ഗൈസ്, അപ്പം നമ്മളെ കിച്ചൺ ടൂർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളൊരു ചെറിയൊരു കിച്ചൺ. നമ്മൾ 4-5 ആൾക്കാർ ചേർന്നിട്ടുള്ള നമ്മൾ ചെറിയൊരു കിച്ചണാണ്. അപ്പോൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ കിച്ചണിലുള്ള എല്ലാ ഏരിയയും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ കിച്ചണിലുള്ള മാത്രമുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും ഫാമിലീനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ട എല്ലാ പാത്രങ്ങളും ഇവിടെ എക്സ്ട്രാ ഉണ്ട് നമ്മുടെ കയ്യിൽ. അതാണ് നമ്മുടെ കിച്ചണിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഫ്രിഡ്ജിൽ സാധനങ്ങൾ കുറവായിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട. ഇന്ന് വീക്കെൻഡാണ്, ഇന്ന് പോയിട്ട് വേണം നമ്മൾ പർച്ചേസ് ചെയ്യാൻ, അതുകൊണ്ടാണ് ഫ്രിഡ്ജ് കാലിയായിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ നമ്മളെ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും വരാം. കാരണം നമ്മൾ സുഹൃത്ത് താഴെ നിൽക്കുന്നുണ്ട്, പോയിട്ട് സാധനങ്ങൾ മേടിച്ചിട്ട് വരണം. പിന്നെ അതുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, പിന്നെ ഖത്തറിൽ നല്ല ചൂടാണ്, ഭയങ്കര ചൂടായിട്ട് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് ഈ നല്ല റൂമിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ വേർക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.
ഒരു മിനിറ്റ് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ ഫസ്റ്റ് തുടക്കത്തിൽ കാണിച്ചിരുന്ന ഒരു നീല ബക്കറ്റ് ഇവിടെ എന്തിനാണെന്നുള്ളത് അതെന്തിനാണ് ഞാൻ പറയാൻ വിട്ടുപോയി. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഡെയിലി ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നതും ഫുഡ് ഉണ്ടാക്കുന്നതും ഒക്കെ കഴിയുമ്പോൾ അത്യാവശ്യം വേസ്റ്റുകൾ ഉണ്ടാവുമല്ലോ, കച്ചറകൾ. ഈ വേസ്റ്റുകൾ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബക്കറ്റ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതിലൊരു കവർ ഉണ്ടാവും. ആ കവറിലെല്ലാ കച്ചറകളും ഇട്ടിട്ട് ഡെയിലി നമ്മൾ ഇവിടുന്ന് പുറത്ത് പോകുന്ന സമയത്ത് കൊണ്ടുപോയിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിലിടും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ എല്ലാ കിച്ചണിലും എല്ലാ റൂമിലും ഇതുപോലൊരു സാധനം വേസ്റ്റ് കൊണ്ടിടാൻ വേണ്ടിയിട്ട് അവർ വെച്ചിട്ടുണ്ടാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ പോലെ അവിടെ എവിടെയും കൊണ്ടിടാൻ പറ്റുന്നതല്ല. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണമെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ ചെയ്യണം. നാട്ടിലിത് നല്ലതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എവിടെയും കച്ചറകളും വേസ്റ്റുകളും ഇല്ലാതെ നല്ല ക്ലീൻ ആയിരിക്കാനും ഏറ്റവും നല്ലൊരു സംഭവം കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ.